നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുവാളാ. നിനക്ക് ആ നാൻഹു ലേക്കിൽ എത്ര ആളുണ്ടെന്ന് വരെ നീ നോക്കിക്കോണെച്ചെങ്കിൽ ഫുൾ ലേസറൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഷോ. ലേസർ വിത്ത് വാട്ടർ ഫൗണ്ടെയിൻ, ചൈനയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ. ഇതുവരെ കണ്ടതിൽ വെച്ച് നല്ലൊരു ലക്ഷ്യമായിരുന്നു. ഈവൻ ചൈനയുടെ സൗത്ത് എൻ്റെ സ്ഥലത്തോട് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഷിയാനിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാർബിൻ്റെ ആ ഒരു സീരീസ് അങ്ങോട്ട് തീർത്ത് നമ്മൾ നേരെ ഷിയാനിലേക്ക് എത്തിയേക്കാണ്. നമ്മുടെ ഗ്വാങ്ജോയിലത്തെ ഫ്രണ്ട് അക്ഷയ് ഇവിടെ ഷിയാനിൽ വന്നുകൊണ്ട് നമുക്ക് അക്ഷയിനെ ഷിയാനിൽ എന്തെങ്കിലും കാണിക്കണ്ടേ? അക്ഷയ് എനിക്ക് ഷിയാനിൽ എന്തെങ്കിലും കാണണോ? അത് വെറുതെ ഇവിടെ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങിയാൽ മതിയോ? അക്ഷയ് റൂമിൽ വന്നിട്ട് ഉറക്കം, ഫുഡ് അടിക്കാൻ ഉറങ്ങാം. അക്ഷയ് സ്പെഷ്യലായിട്ട് മന്തിയൊക്കെ ഉണ്ടായിരുന്നു. മന്തിൻ്റെ വലിയ വ്ളോഗൊന്നുമില്ല, മന്തിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അക്ഷയിൻ്റെ സ്പെഷ്യൽ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കൻ മന്തി കേട്ടോ, കൊള്ളാം. അത് കഴിക്കുക, കടന്നുറങ്ങുക. ഇതേ ചെയ്ത് കഴിച്ച് എൻ്റെ മുടി അതിനുണ്ട്, സെറ്റ് ആയില്ലേ? അക്ഷയ് പറഞ്ഞ തന്നെ ഹെയർ സ്റ്റൈലിൽ വെട്ടിയ മുടിയാണ്, തേഞ്ഞു പോയി. ഇത് ഏതോ ബ്രഷ് കണക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയാനിലെ ഒരു സ്പെഷ്യൽ സ്ഥലമായ, നമ്മൾ അന്ന് ദയാന്തേൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ദയാന്തേൻ്റെ അടുത്തൊരു സൈഡിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ചൈനീസ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഏകദേശം ന്യൂ ഇയർ ഒരു മാസത്തോളമാണ് ഈ ഒരു ഏരിയാസൊക്കെ ഫുൾ കളർഫുള്ളായിട്ട് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയാനിലെ ഫുറോങ് യുവാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. ഫുറോങ് യുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിബിസ്കസ് ഗാർഡനാണ് വന്നേക്കുന്നത്. ഇതേ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. എൻട്രൻസിലോട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മളെല്ലാവരും സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഏകദേശം ഒരു 60 യുവാൻസ് ആണ്. 60 യുവാൻസ് എന്ന് പറയുമ്പോൾ നാട്ടിൽ 720 രൂപ. അഡൽ ടിക്കറ്റ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഡബിളാണ്, 120 യുവാൻസ്, 1200 1500 രൂപയോളം അഡൽ ടിക്കറ്റ് വരും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. ഉള്ളിലോട്ട് ആദ്യം ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അക്ഷയ് ഇവിടെ ഷിയാനിൽ വന്നതിൻ്റെ പവറിൽ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ സ്റ്റോറീസും ഇട്ടിട്ടില്ല. എന്തുകൊണ്ട് അക്ഷയ്? പ്രൈഡ് ആയതുകൊണ്ടാണ് അക്ഷയ്. അക്ഷയ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അക്ഷയ് പ്രൈഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജയ് ജയ് എന്നൊക്കെ വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്താ ഉദ്ദേശം ഒന്നും അറിയില്ല ഗൈസ്. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഫുൾ കളർഫുൾ ആയിട്ടുള്ള എന്തെല്ലാം സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിൽ ഡ്രാഗനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 2025 ദാമിങ് ഫുറോങ് യുവാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകണം. ഉള്ളിലോട്ട് പോകണം ചെയ്ത് ടിക്കറ്റ് ഇവിടെ എടുക്കണമെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ കാരണം ജിഷ് മായി പ്യാവുതാമാ പ്യാവുതാ ഹാ ഹാ ഓമ കൈ മായി സൈന മെയ്ത്തുവാമാ ഗൈസ്. നമ്മൾ നേരെ ആ എൻട്രൻസിൻ്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ അതിനുശേഷം നമ്മൾ ഇതേ ഇവിടെ QR കോഡൊക്കെ 60 യുവാൻസിന് മെയ്ത്തുവാനിൽ സാധനം മേടിച്ച് അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ID കാർഡൊക്കെ ചെക്ക് ചെയ്ത് കുറേ സമയമൊക്കെ പോകും. അപ്പോൾ അതിൽ നല്ല നമ്മൾക്ക് നേരെ ഇതേ QR കോഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ QR കോഡും വെച്ചിട്ട് നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറിയാൽ മതി. ടിക്കറ്റ് QR കോഡ് ചെക്കിങ് അവിടെ ഉണ്ട്. പിന്നെ ഇത് എത്ര A ക്രെഡിറ്റഡ് സ്ഥലം? 3 4 5 A ക്രെഡിറ്റഡ് സ്ഥലത്തിലോട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. ചങ്കാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ. ചങ്കാൻ്റെ ഈ ഡ്രാഗൻ്റെ കണ്ണടയുന്നുണ്ട്. ഇപ്പോൾ കണ്ണ് തുറക്കൂട്ടോ. ഉറക്കം തൂങ്ങിയിട്ടാണ് ഇപ്പോൾ ഇരിക്കണത്. കണ്ണ് തുറക്ക്. മന്തി കഴിച്ചിട്ടുണ്ടല്ലേ? അക്ഷയൻ്റെ മന്തി കഴിച്ചോണ്ടായിരിക്കും. ഇപ്പോൾ കണ്ണ് തുറന്നു. എനർജി. ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഓരോ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വണ്ടിയിൽ സൈറ്റ് സീയിങ് പോലെ നമുക്ക് നാൻഹു ലേക്കും അങ്ങനെ എല്ലാ സ്ഥലത്തിൻ്റെയും കറങ്ങി നടക്കാവുന്നതാണ്. നമുക്കിപ്പോൾ എന്തായാലും നടന്നുകൊണ്ട് കാണാം അല്ലേ അക്ഷയ്? അക്ഷയ് എന്തായാലും ഷിയാനിലൊക്കെ വന്ന രീതിക്ക് നമ്മൾ കൂടുതലായിട്ടൊന്നും അക്ഷയ് അങ്ങനെ സ്ഥലങ്ങളൊന്നും കാണിക്കണ്ട അല്ലേ അക്ഷയ്? നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുവാളാ. നിനക്ക് ആ നാൻഹു ലേക്കിൽ എത്ര ആളുണ്ടെന്ന് വരെ നീ നോക്കിക്കോണെച്ചെങ്കിൽ. അങ്ങനെ ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സൊവിനിയേഴ്സ് വിൽക്കുന്ന ഷോപ്പുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് പെയിൻ്റ് അടിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ ഡ്രാഗൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് തരും. ഞാൻ ആക്കിയിരുന്നില്ല. നീ കാണിച്ചാക്കിക്കോ. നീ പറഞ്ഞിട്ട് മുടി തന്നെ വെട്ടിയിട്ട് ഇവിടെ ആകെ ബ്രഷ് പോലെ ആയിട്ടായിരിക്കുന്നു. ഇനി പെയിൻറ്റ് കൂടി അടിച്ച് കഴിഞ്ഞാൽ സീനാവും. ഇവിടെ പിന്നെ നമുക്ക് വേറെയും കുറച്ച് സൊവിനിയേഴ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല ലൈറ്റൊക്കെ കത്തുന്ന കുറേ മിന്നാമിന്നി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓരോ നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഓരോ ഇതൊക്കെയാണ് കേട്ടോ. ഡ്രാഗൺ ഉണ്ട്, സ്നേക്ക് ഉണ്ട്, അതുണ്ട്. നമ്മുടെ സ്നേക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇയർ ഓഫ് സ്നേക്ക്, ഇതാണ് നമ്മുടെ പാമ്പ്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ലാൻഡൺ. നമുക്ക് നേരെ ഉള്ളിലോട്ട് നടക്കാം. ഷോപ്പിൽ നമ്മുടെ ഷുഗർ ക്യാൻഡി വെച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട്. ഇത് നമ്മുടെ സ്ക്വിഡ് ഗെയിമിലൊക്കെ കാണുന്ന പോലത്തെ ആ ഷുഗർ ക്യാൻഡി വെച്ചിട്ടുള്ള സംഭവമാണ്. ഇത് ഇവിടെ ദയാന്തേൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല മധുരമുള്ള സാധനമാണ്. ഡയബറ്റിക്സ് വരും കൈസ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷിയാൻ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട്. നമ്മൾ ഈ ദയാന്തയിലൊക്കെ കണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇവിടേക്ക് നോക്കുക കൈസ്, നല്ല സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള ഓരോ ഐറ്റംസ്, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഫൗണ്ടെയിൻ പോലത്തെ സംഭവമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് കുറേ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് ഇത് ഈ ലാൻഡൺ ഫെസ്റ്റിവൽ, അതായത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്താണ് ഈ സ്ഥലം മെയിനായിട്ട് ഓണാവുന്നത്. ബാക്കിയുള്ള സമയത്ത് ഇങ്ങനത്തെ ഈ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് ലാൻഡൺ ഫെസ്റ്റിവലിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഇത് ഏകദേശം 1 മാസം 1.5 മാസത്തോളം ഇത് മൊത്തം ഓപ്പൺ ആയിരിക്കും. ഓപ്പണായിട്ട് ഈ ആൾക്കാർക്ക് ഇവിടെ വരാം, ഫോട്ടോ എടുക്കുക, റീൽ എടുക്കുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണുള്ളത്. ഇവിടെ കുറേ ഫുഡിൻ്റെ സ്റ്റോളുകൾ ഉണ്ടാവും. പിന്നെ ഓരോ ഹിസ്റ്ററി റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ,
പിന്നെ സാധാരണ ഡാൻസ് ഷോസും അങ്ങനെ കുറേ കലാപരിപാടികളും സംഭവങ്ങളൊക്കെ ഡ്രാഗൻ്റെ ഷോസും ഡ്രാഗൺ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. നമുക്ക് പോയി നോക്കാം. ആൾക്കാർ ഇവിടെ ഹാൻഡ് ഫോ ഒക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. ആ ഹാൻഡ് ഫോ ഇട്ട് നടക്കുന്ന കുട്ടീൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരു നമ്മുടെ ചൈനീസ് പെങ്ക്യോ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിയോസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ 5A ക്രെഡിറ്റഡ് സ്ഥലം, നാഷണൽ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കേട്ടോ നമ്മുടെ താങ് പാരഡൈസ് വരുന്നത്. ഇത് ദയാന്തേൻ്റെ വേറൊരു അപ്പുറത്തെ സൈഡാണ് ഈ നാൻഹു ലേക്കിൻ്റെ ചുജാങ് ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് ഇംഗ്ലീഷിലുണ്ട് ചൈനീസിലുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോട്ടൽ അക്കോമഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയുള്ളത്, ഇവിടെ റോയൽ ബാങ്ക് ഹോൾ അങ്ങനെ, കാരണം QR സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഹോട്ടൽ എവിടെ നിൽക്കേണ്ടതെന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ഇനി ഇവിടെ എന്താ ഉള്ളത്, ഫുഡ് ആൻഡ് ബിവറേജസ് എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം. ഫുഡ് ഷോപ്സൊക്കെ തന്നെ ചങ്കാൻ വാഫ്. ഇത് മറ്റേ ഇതിൻ്റെ ആ ഒരു സൈഡിലോട്ട് വരുന്ന, നമുക്ക് ആ സൈഡിലോട്ട് പോകാൻ പറ്റുമോ നോക്കി നോക്കാം. അവിടെ വരുന്ന സ്പെഷ്യലായിട്ടുള്ള ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡാൻസ് ഷോസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ 4 സീസൺസ്, ഫുറോങ് 4 സീസൺസ്. ഇതേ 4 സീസൺ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഫുറോങ് പാർക്ക് 4 സീസണിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോക്കൂ ഗൈസ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാം കേട്ടോ. പിന്നെ അപ്പുറത്ത് ഇവിടെ ഷോയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാൻസും പാട്ടൊക്കെ ചൈനീസ് രൂപത്തിലുള്ള, നമ്മൾ ചൈനീസ് ഈ സീരീസിലൊക്കെ കാണുന്ന കുറേ ഡാൻസും പാട്ടൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ വേറെ എന്താ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ സീനിക് സ്പോട്ട് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കൊടുത്ത് കാണാനില്ല. നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഫുള്ള് കറങ്ങി നടന്ന് കാണാവുന്നതാണ്. ഇവിടെ കുറേ ഡാൻസിൻ്റെ ഷോസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് ലൊക്കേഷൻ ഇവിടെയാണ് നമ്മളുള്ളത് ഇപ്പോൾ. പിന്നെ ഹോട്ടൽ കാറ്ററിംഗ്, അങ്ങനെ കസ്റ്റമർ സർവീസ്, എല്ലാ സാധനം നമുക്ക് ഇവിടെ ഒരു ടച്ച് സ്ക്രീനായിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യമില്ല, ഒരു ഇൻഫോർമേഷൻ കിയോസ്കിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യം പോലും ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടാവുന്നതാണ്. അതെ, എന്തൊക്കെ പെർഫോമൻസ് ആണുള്ളതെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ പെർഫോമൻസ് കാണാൻ പറ്റും, ഏതൊക്കെ പെർഫോമൻസ് അക്ഷയിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മളൊരു ഫ്രണ്ട് നമ്മുടെ ചാനലിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിനെ നമ്മൾ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്പോട്ടും കാണിച്ചു കൊടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പരിപാടികൾ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. താങ് ഇമ്പീരിയൽ മ്യൂസിക് ഷോയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഹാൻഡ് ഫുഡ് ഇട്ടുള്ള സുന്ദരികളുടെ ഡാൻസ് ഷോ ഒക്കെ ഉണ്ട്. ഏതൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. നോക്കൂ ഗൈസ്, എന്ത് അതിസുന്ദരമായ കാഴ്ചയാണ് നമ്മുടെ സിയാനിലുള്ളത്. അക്ഷയ് പറയൂ, ഗ്വാങ്ജോയിൽ എന്തെങ്കിലും എന്തുണ്ട്? ഒരു ക്യാൻഡൻ ടവർ ഉണ്ട് ഗ്വാങ്ജോ. പിന്നെ ഒരു ഗൈസ്, ഞാൻ മറ്റേ ഗ്വാങ്ജോ പോയിട്ടുണ്ടായിരുന്നു. ഗ്വാങ്ജോ പോയ സമയത്ത് അക്ഷയ് എന്നെ കൊണ്ടുപോയ 2-3 സ്ഥലം കേട്ടോ. ഒന്ന് അക്ഷയിൻ്റെ ഡോം, രണ്ടാമത്തെ ഒരു ക്യാൻഡൻ ടവർ, 2 ക്യാൻഡൻ ടവർ. പിന്നെ മൂന്നാമത്തത് ഒരു ബെയ്ജിങ് ലൂ എന്ന് പറഞ്ഞ സ്ഥലം. കുഴപ്പമില്ല, ബെയ്ജിങ് ലൂ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ കൊണ്ട് ഏതൊരു പാർക്ക്, അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഡാൻസ് കളിക്കുന്ന ഏതോ ഒരു കൾച്ചറൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഫുഡ് കഴിക്കാനും കൊണ്ട് മുന്നോട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നല്ലേ, കാര്യങ്ങൾ കാണിക്കാൻ അങ്ങോട്ട് കൊണ്ട്. അവിടെ ഒന്നുമില്ല ഗൈസ്. ഗ്വാങ്ജോ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ബായുൺ മൗണ്ടൻ ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. അവിടെ ബിസിനസ് ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം, അല്ലാണ്ട് ബിസിനസ് പീപ്പിൾ. ഗൈസ് നോക്കൂ, ഷിയാനിലെ അതിമനോഹരമായ ജഡായു അല്ലേ, ജഡായു അല്ലേ ഇത് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ നടന്നത് ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഇവിടെ ഓരോ ലെയറിലായിട്ടും ഹാൻഡ് ഫുഡ് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ആൾക്കാർ ഇവിടെ ഡാൻസ് കളിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ നിന്നിട്ടാണ് എല്ലാ കാണികളും കണ്ടിരുന്നത്. ഇവിടെയൊക്കെ കുറേ ഓരോ ഗെയിംസിൻ്റെ ഒക്കെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പച്ചന്മാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയിലാണ് ഓരോ സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഓരോ സിനിമേൻ്റെ ഒക്കെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അപ്പുറ സൈഡിലോട്ട് പോവാം. നമ്മൾ ഈ ഫുറോങ് യുവാൻ്റെ അവിടെ നിന്നുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറിയേക്കാണ് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറി വന്ന് ഇവിടെ സൈഡിലൊക്കെ കുറേ കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവം ഉള്ളത് നോക്കി നോക്കാം. നമ്മുടെ നാട്ടിൽ കഥകളീൻ്റെ ഷോ നടക്കുന്ന പോലത്തെ ഒക്കെ ഓരോ സംഭവങ്ങളുടെ ഷോ ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. അവരുടെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. ചെണ്ട ഉണ്ട്, ചെണ്ട എങ്ങനെ കൊട്ടണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. ഇവരുടെ മറ്റേ ചൈനീസ് ക്യാരക്ടേഴ്സാണ് ഇവിടെ മൊത്തം എഴുതിയേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ചെണ്ട വരുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാമെന്ന് വെച്ചെങ്കിൽ കൈ ചുള്ളിമിയാമോ. ഇതിൻ്റെ ഉള്ളിലൊരു ഷോ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും അതിൻ്റെ ഏകദേശം അതൊരു 35 മിനിറ്റ്സ് ഷോ ആണ്. എങ്ങനെ ആൾക്കാർ ഈ ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു ഷോ ആണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതിന് ടിക്കറ്റ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 168 യുവാൻസ് ആണ്. നാട്ടിലത്തെ ഏകദേശം ഒരു 2000 റുപ്പീസ് അടുപ്പിച്ചിട്ട് വരും. പക്ഷേ അതാകെ 35 മിനിറ്റ്സ് ആണ് ഷോ ഉള്ളത്. നമ്മൾ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞ് 8 മിനിറ്റ്സും കൂടിയാണ് ഷോ ഉള്ളതെന്നാണ് പറഞ്ഞത്. പകരം 7:30 വേറെ എന്തോ ഒരു ഷോ പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് ഇനി വെയിറ്റ് ചെയ്യാം.
ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂസൊക്കെ അടിപൊളി കേട്ടോ. ഉള്ളിൽ എന്തൊക്കെ സംഭവമുണ്ട്, പക്ഷെ നമുക്ക് കയറാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഇതിപ്പോൾ ലാസ്റ്റ് ഷോ ആണ് ഇന്നത്തെ, വേറൊരു ദിവസമാണ് അത് കാണാൻ പറ്റുള്ളൂ. ഇത് ഒപ്പേറ ഷോ പോലത്തെ എന്തോ ഒരു സംഭവമൊക്കെയാണ്. ഉള്ളിലോട്ട് നമുക്ക് കാണാനായിട്ട് ഒരു വഴിയുമില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ വാട്ടർ ഫൗണ്ടൈൻ ഷോ ഇൻ ഷിയാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഷോ ആണ്. നമ്മൾ അക്ഷയ്ന് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നു. അക്ഷയ്ന് വേണ്ടി നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈസിയാണ് കേട്ടോ. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഇവിടെ ഇരുന്ന് കാണാം, പിന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ബോട്ട് എടുത്തിട്ട് ആ ബോട്ടിൽ പോയിരുന്ന് അടുത്ത് പോയിരുന്നിട്ട് കാണാം. അതിന് വേറെ തന്നെ പൈസ സീനാണ് ഗൈസ്. ഫുൾ ലേസറൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഷോ. ലേസർ വിത്ത് വാട്ടർ ഫൗണ്ടൈൻ, ചൈനയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ. ഇത് വൃന്ദാവൻ ഗാർഡനിൽ പോലും നമ്മൾ ഇത് കണ്ടിട്ടില്ല. അക്ഷയ് പറയൂ, വൃന്ദാവൻ ഗാർഡനിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ഷോ? വൃന്ദാവൻ ഗാർഡനിൽ വെറുതെ വാട്ടർ ഫൗണ്ടൈൻ, അതിൽ നമുക്ക് ചമ്മക്ക് ചെല്ലോ പാട്ട് വെച്ച് ഡാൻസ് കളിക്കലായിരുന്നു. ഇവിടെ നമ്മൾ ഇത് സുമാ തിയേറ്റർ തുറക്കുന്ന ഒരു സൗണ്ട് പോലെ ഉണ്ടല്ലോ, ആ ഒരു ഓപ്പണിംഗ് ഷോ. വാട്ടർ ഫൗണ്ടൈൻ്റെ ഇടയിൽ കൂടെ ഇവർ ലേസറൊക്കെ വെച്ചിട്ട് സംഭവം നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഷോ ആണ് തന്നെയാണ് കേട്ടോ. 60 yuan വർത്ത് ആയിട്ടുള്ളൊരു ഷോ. അതായത് നമ്മൾ നോർമൽ 120 yuan കൊടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. സൂപ്പർ ഷോ. നോക്കൂ ഗൈസ്, ഈവൻ ഇവിടെ സ്റ്റെപ്പിലൊക്കെ ലൈറ്റ് എഫക്റ്റ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വാട്ടർ ഫൗണ്ടൈനിലേക്ക് ലേസർ കൊണ്ടെന്നാണ് അടിപൊളിയായിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുൾ കളർഫുൾ ആയിട്ടാണുള്ളത്. എന്താണ് അക്ഷയ് പറയൂ? അവിടെ പോയിരിക്കുന്നത് കാണുന്നതിനെക്കാട്ടി ബെറ്റർ ഇവിടുന്ന് കാണുന്നത്. സ്റ്റെപ്പിന്റെ ഇതൊന്നും കാണത്തില്ല. നമ്മൾ നല്ല ഒരു വൈഡ് വ്യൂവിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഫുൾ ചൈനീസ് ടൂണിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. ചൈനീസ് ടെക്നോളജി. ഇവിടെ വായ പൊളിച്ച് നിൽക്കുന്ന ഡ്രാഗൺ. ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് എത്തുന്നു എന്ന് നമുക്ക് അറിയുന്നില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖവും ആനന്ദവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഗൈസ്. എല്ലാം കൂടെ ആവുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് നേരിൽ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഗൈസ്. വെൽക്കം ടു ഷിയാൻ. ഷോ ഒക്കെ കഴിഞ്ഞത് ഇവിടെ ഒരു കപ്പിൾസ് സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചിട്ട് ആരാണ് ജയിക്കുന്നത് അവർ 2 സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങി പോവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പക്ഷേ നമുക്ക് രണ്ടുപേരും ഞാനേ ജയിക്കുള്ളൂ. നീ കള്ളക്കളി കളിക്കില്ലേ? പക്ഷേ നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ എങ്ങനെ മുടി പോലും എന്റെ കോളായി കിടു മുടിയടാ. നീ ഇവരോട് ചോദിച്ചോ ഗൈസ്, പറയൂ നിന്റെ മുടി അടിപൊളിയല്ലേ? നല്ല ബ്രഷ് പോലെ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് നമുക്ക് വേറെ സ്ഥലത്തിലോട്ട് പോയി നോക്കാം. അക്ഷയ്, എന്താണ് പറയാനുള്ളത് ഈ ഒരു മറ്റേ നമ്മുടെ ലൈറ്റ് ഷോനെ പറ്റിയിട്ട്? അക്ഷയിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ചൈനയിലെ ഷിയാനിലോട്ട് വന്നിട്ട് ഇതുവരെ കണ്ടതിൽ വെച്ച് നല്ലൊരു ലൈറ്റ് ഷോ ആയിരുന്നു. ഈവൻ ചൈനയുടെ സൗത്ത് എൻ്റെ സ്ഥലത്തോട് ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു അത്? ഗുയിലിൻ. അവിടെ വെസ്റ്റ് സ്ട്രീറ്റിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊന്നും അല്ലാന്ന് തോന്നിപ്പോയി. കാരണം ഗൈസ് മനസ്സിലാക്കണം, ഷിയാൻ നമ്മുടെ ചൈനയിലത്തെ തന്നെ ഒരു ബെസ്റ്റ് സിറ്റിയാണ്. തമാശ പറയല്ല, ചൈനയുടെ ഓൾഡ് ക്യാപിറ്റൽ സിറ്റിയാണ്. ബെയ്ജിങ്ങിന് മുന്നേ ഉള്ള ഓൾഡ് ക്യാപിറ്റൽ സിറ്റിയാണ്. ഹിസ്റ്റോറിക്കൽ ക്യാപിറ്റൽ സിറ്റി എന്നും ചൈനയിലത്തെ ഷിയാനെ പറയപ്പെടുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ ഓരോ വർഷവും ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ചൈനീസ് ഗവൺമെൻറ് 3 സിറ്റീസാണ് തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ഒരു 3-4 പ്രാവശ്യത്തെ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷനിൽ ഷിയാനുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ തറവാട്ട് വീട് വരുന്നതൊക്കെ നമ്മുടെ ഷിയാനാണ്. ലൗജിയ എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഷിയാനിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ കുറേ ഷോസും അതേപോലെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അക്ഷയിൻ്റെ തറവാടും നമ്മുടെ ഷിയാനാണ് തോന്നുന്നു. അത് കാരണം അക്ഷയ് കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റി. ലൈറ്റ് ഷോ ഒന്നും തന്നെ പറയാനില്ല. നമ്മൾ പുറത്ത് കാണുന്ന ലൈറ്റ് ഷോസ് ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല അല്ലേ? ഇവരുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ ഓരോ ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഗൈസ്, ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഗൈസ്. അടുത്തതായിട്ട് ഇത് ഒരു സുന്ദര കുഞ്ഞു വാവേനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹലോ, നിഹാ 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 ശവയോ നിഹാ നീ ഹൻ കഅയ呀。叫叔叔，你说叔叔好。好 ，Hello。打个招呼。Hello。招个手。Hello。这我有点害羞。
你害羞啊？说害羞。Hello，出去打个招呼。看我们的后台很害怕。Hello， 拜拜。കുഞ്ഞു വാവ നല്ല ക്യൂട്ട് വാവ. ബൈ ബൈ. ഇവിടെ നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ ഉണ്ട്. പക്ഷേ മീൻ പൊരിച്ച് വേണം. ഇതെന്തുകൊണ്ടാണ് മീൻ ഇവിടെ വെച്ചേക്കുന്നത്? കാരണം ഇവിടെ ലേക്കല്ലേ. ഏത് മൂഡ്? ഷിയാൻ മൂഡ്. ഇവിടെ ചെന്നൈ എന്താ ഇങ്ങനെയാണ് ഞാനും അക്ഷയും കണ്ടുമുട്ടിയത്. ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അക്ഷയ് അവിടെ നിന്നിട്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അക്ഷയ് ഇങ്ങനെ ബഡായി പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടിയത് അല്ലേ അക്ഷയ്? യെസ്. കുറേ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ജ്യൂസ് സംഭവങ്ങളൊക്കെ, പിന്നെ നമ്മുടെ മാലാത്താങ്ങിൻ്റെ കുറേ ഐറ്റംസും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഫുഡ് കഴിക്കേണ്ടവർക്കും അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഷിയാൻ വരുന്നത്. ഹോളൊക്കെ ഉണ്ട്. ഹലോ 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 ഹലോ. അതെ, സോസേജ്. ഹലോ 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 ഹലോ. അതെ, ഇവിടെ നല്ല ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കോണുണ്ട്, കോണിൻ്റെ ഐറ്റംസ്, റുജാമോ എന്തെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ 2-3 കടകളൊക്കെ അടച്ചേക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? പഞ്ഞി മിഠായി. ഇതൊക്കെ നമ്മുടെ ദയാന്തയിൽ കാണുന്ന അതേപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്റ്റിങ്കി ടോപ്പ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മണമുണ്ട്. പിന്നെ ഇതെന്താ ഒക്ടോബസ്. പിന്നെ ഇവിടെ എന്താ നമുക്ക് നല്ല ഉരുളക്കിഴങ്ങുണ്ട്, പോർക്കിൻ്റെ ഫാറ്റൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ചെയ്തൊരു സംഭവം. ഇതൊക്കെ നൂഡിൽസ് ഇട്ടിട്ട് അടിപൊളിയാക്കി തരുന്ന ഒരു സംഭവമാണ്. പീനട്ട് ബട്ടറൊക്കെ വെച്ചിട്ട് നൂഡിൽസിൻ്റെ മന്തിക്കുഴി പോലത്തെ ഒരു കുഴിയൊക്കെ ഉണ്ട്. നൂഡിൽസ് ഇട്ട് വേവിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡിന് ഉള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ നമുക്കിങ്ങനെ വൈകുന്നേരമൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാം. പിന്നെ കുറച്ച് സ്വീറ്റ് കഴിക്കാന്ന് വെച്ചാൽ തങ്കുലു ഉണ്ട് ഇവിടെ. കുഞ്ഞ് തങ്കുലു അതെ ശരിയാ. പിന്നെ അതെ നമ്മുടെ ക്യാൻഡി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ഇവിടെയും റുജാമോ ഷിയാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബ്യാമ്പിയാമിയാൻ, പിന്നെ ഏതോ വേറെ മീൻ, പിന്നെ അതെ റുജാമോ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അക്ഷയനെ എന്തായാലും മേടിച്ചു കൊടുത്താൽ, ഒരു വട്ടം മേടിച്ചു കൊടുത്താൽ അക്ഷയനെ കൊണ്ടൊക്കെ ട്രൈ ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ എല്ലാവരും ഒരു സുന്ദരി ഫോട്ടോ എടുക്കുന്നുണ്ട്. സുന്ദരിയാണ് ഫോട്ടോഗ്രാഫർ. അപ്പുറത്ത് നമ്മുടെ ഹാൻഡ് ഫൂ ധരിച്ചിട്ടുള്ള ഒരു സുന്ദരിയുണ്ട്. അവിടെ ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാക്കിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ. ഇതാണ് നമ്മുടെ ഷിയാനിലെ ഫുറോങ് യുവാൻ പാർക്ക് ഗൈസ്. ഇവിടെ നമുക്ക് തത്തമ്മ, പിന്നെ അതേപോലത്തെ കുറേ രീതിക്കുള്ള പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കാവുന്ന ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. നമുക്ക് ക്യാബേജിൻ്റെ ലീഫ് എന്തെല്ലാം തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. പല രീതിക്കുള്ള പക്ഷികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ചിമിട്ടൻ ആമ കിടക്കുന്നുണ്ട്. ഇതെന്താ വേഴാമ്പലാണ്. അതിന് ഏതൊരു വേറൊരു പക്ഷി ഇവിടെ ഉണ്ട് കേട്ടോ. ഹാൻഡ് ഫൂട്ട് സുന്ദരികൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. പല രീതിക്കുള്ള ഹാൻഡ് ഫൂസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ സ്റ്റൈലിലുള്ള ഹാൻഡ് ഫുഡ് ഡ്രസ്സുകൾ ഏകദേശം നമ്മൾ ഓരോ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 26-30ഓളം സ്റ്റൈലിലുള്ള ഹാൻഡ് ഫുഡ് ഡ്രസ്സുകളുണ്ട്, ഹാൻഡ് ഫുഡ് കോസ്റ്റ്യൂംസ്. അപ്പോൾ അതിലത്തെ ഒരു കഷ്കർ സ്റ്റൈൽ ഹാൻഡ് ഫുഡ് എന്തുവാണ് ഈ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് മേക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഇപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായ കുറേ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ചെടികളിലേക്കൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗൈസ് നോക്കൂ, നല്ല സൂപ്പറായിട്ടുള്ള ഒരു സുന്ദരീൻ്റെ ഇതാണ് വെച്ചേക്കുന്നത്. ഹാൻഡ് ഫുഡ് കോസ്റ്റ്യൂമിലുള്ള ഒരു ഇതാണ്, പോർട്രേറ്റാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ലൈറ്റ് ഷോ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു ഭാഗം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേപോലെ തന്നെ നമുക്ക് ഈ നാൻഹു ലേക്കിൽ ഇവിടെ ഹാൻഡ് ഫുഡ് ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ കുഞ്ഞു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാപ്പിൽ കണ്ട ഫുഡ് സ്റ്റോളും സോവിനിയർ ഷോപ്സിൻ്റെ ഒക്കെ ഏരിയ ഇതാണ് കേട്ടോ വരുന്നത്. ഇവിടെ എന്തെല്ലാം ഫുഡൊക്കെ ഉണ്ട്. ഇവിടെ അമ്മച്ചി എന്താ ഫുഡ് വിൽക്കണമെന്ന് നോക്കി നോക്കാം. ഇതെന്താ ഉള്ളത്? ഇവിടെ ബ്യാമ്പിയാമിയാനുണ്ട്, പിന്നെ ജിതാംബിങ് ഉണ്ട്. ഇവിടെ അതിൻ്റെയൊക്കെ മിനിയേച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബ്യാമ്പിയാമിയാൻ്റെ ക്യാരക്ടർ. അപ്പോൾ ബ്യാമ്പിയാമിയാനുണ്ട്. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് മറ്റേ സ്പൈസും കാര്യങ്ങളൊക്കെയാണ്. ബ്യാമ്പിയാമിയാമാ我吃饱了，还有现在我不要了。扁扁面怎么了？上期我们说的是扁扁面聊啥哩，对吗？聊啥哩，对吗？对，聊啥哩？哎呀，对呀。നമ്മൾ അവിടുത്തെ ഷാൻസി ഡയലക്റ്റ് ഒന്ന് പറഞ്ഞാണ് കേട്ടോ. അമ്മച്ചൊക്കെ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ചൈനീസ് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഇതേ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നേരെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് കാണും? ആ ശിശിയ ശിശിയ മമത ബ്യാമ്പിയാ ലാവ് സാലിയെ ദൈവ. നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത ആ വാട്ടർ ഷോൻ്റെ കാര്യങ്ങളൊക്കെ കാണാനുള്ളത്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നമ്മുടെ ആ സുന്ദരീൻ്റെ നമ്മുടെ ആ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ഇത് അപ്പുറത്തെ വ്യൂ ആണ് കേട്ടോ, ഫൗണ്ടൈൻ്റെ അപ്പുറത്തെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല ചിക്കൻ ഫ്രൈയും സോസേജിൻ്റെ ഒക്കെ ഒരു കട ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒക്ടോബസിൻ്റെ കട, നമ്മൾ നേരത്തെ ഫുഡ് കണ്ട സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. കരിമ്പ് ജ്യൂസും ഫ്രൂട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൂട്ട് ജ്യൂസിന് ഇവിടെ ചൈനീസിൽ പറയാം ഗോജ് എന്നാണ് പറയുക കേട്ടോ. കാരണം നമ്മൾ ഫ്രൂട്ടിന് പറയുക ഷ്വൈഗോ. അപ്പോൾ ആ ഷ്വൈഗോൻ്റെ ഗോയും പിന്നെ ജ്യൂസിൻ്റെ ആ ഇതാക്കിയിട്ടാണ് ഗോജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ വ്യൂ വേറെ തന്നെ ഒരു മൈൻഡ് റിലാക്സിങ് വ്യൂ എന്നൊക്കെ വേണമെന്ന് പറയാം. അതെ ഇവിടെ ഹാൻഡ് ഫുഡ് ഇടാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഹാൻഡ് ഫുഡ് ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു സീനിക് സ്പോട്ടിൽ നിന്ന് ഹാൻഡ് ഫുഡ് ഇടുകയാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ അതിലും വേറെ നിങ്ങൾ ചെയ്യാനൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഹാൻഡ് ഫുഡ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാം ഗൈസ്. ഒന്നും തന്നെ പേടിക്കേണ്ട. നമുക്ക് സെറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് ഹാൻഡ് ഫുഡ് ഇട്ടിട്ട് ഒരു നല്ലൊരു മൊമെൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടിട്ട് ചെയ്യാൻ വിടാവുന്നതാണ്. ഇവിടെ മൊത്തം ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്കൊന്ന് ക്യൂരിയസ് ആയിട്ട് നമ്മൾ ഇവിടെ വന്ന് നോക്കിയത് കേട്ടോ. ഗൈസ് ഇവിടെ പപ്പറ്റ് ഷോ ആണ് കേട്ടോ നടക്കുന്നത്. അവിടെ ബാക്കിൽ ഒരാൾ എന്നിട്ട് പപ്പറ്റ് കളിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചൈനയിലത്തെ സ്പെഷ്യൽ പപ്പറ്റ് ഷോ. എല്ലാവരും ഇരുന്ന് പപ്പറ്റ് ഷോ കാണുന്ന തിരക്കിലാണ് കേട്ടോ. പപ്പറ്റ് ഷോ വേറെ നമ്മൾ പുറത്ത് പോയി കാണാനാണ് ഏകദേശം 160 യുവാൻസ് എന്ന് പറഞ്ഞ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 160 യുവാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഏകദേശം 1600-2000 രൂപയാണ്. ഇനി നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ ആർട്ടിസ്റ്റ് ആരാണെന്നുള്ളത്. ആർട്ടിസ്റ്റ് എന്താണ് അവിടെ ഇരുന്നിട്ട് കളി കാണിക്കുന്നത് നമുക്ക് കാണണ്ടേ. പിന്നാമ്പുറം കാഴ്ചകളൊന്ന് കാണാം. അപ്പാപ്പനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വാൻ അപ്പാപ്പൻ. അമ്മച്ചി എൻ്റെ അപ്പാപ്പനുണ്ട് കേട്ടോ. അത് പപ്പറ്റ് ഷോൻ്റെ ഒരു കടയാണ് ഈ വരുന്നത്. അമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ട്. അമ്മച്ചി ഇവിടെ നിന്ന് പുലിനെ ഇറക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വിഷ്വൽസ്. ഒരു ഹാപ്പി ഫാമിലി ഇല്ലായിരുന്നിട്ട് കളിപ്പിക്കുന്നു പപ്പറ്റ് ഷോൻ്റെ പിന്നാമ്പുറം. ഇനി നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നത്. ഈ പുലി എവിടെ എത്തി എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. പേരിത് പുലി. കപ്പിൾസ് ഡാൻസ് കളിക്കുമ്പോൾ പുലി ഒന്ന് പിടിക്കാൻ വരുന്ന പോകുന്ന കേട്ടോ കഥ. ഇനി അടുത്തത് ഞാനാവാം അവിടുത്തെ പപ്പറ്റ് ഷോൻ്റെ ആള്. നമ്മൾ സാധനം അങ്ങനെ കൊണ്ടുവന്ന് പെൺകുട്ടിയല്ലേ, പെൺകുട്ടി ഡാൻസ് കളിക്കണം. അപ്പം 游客都可以进来免体验。陕西皮影。നമുക്ക് വേറെ എന്തെങ്കിലും സാധനം എടുത്ത് നോക്കാം. പുലി എടുത്ത് നോക്കാം. ഈ പുലിനെ എടുത്തിട്ട് ആ പുലിനെ അടിക്കുക, അവനടിക്കുക. ഇവിടെ ഒരു സ്കെൽട്ടൺ വെച്ചിട്ട് ഒരാൾ പപ്പറ്റ് ഷോ കളിക്കുന്നുണ്ട്. ആരായിരിക്കും അത്? നമ്മുടെ സ്വന്തം ഡോക്ടർ അക്ഷയ് സാർ. അക്ഷയ് സാർ അനാട്ടമി ഇട്ടൊരു കളിയില്ലാതെ FMG പവർ തന്നെ. ഇവിടെ വേറൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട് അക്ഷയനെ കൊല്ലാനായിട്ട്. ഇയർ ഓഫ് സ്നേക്കിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വലിയൊരു സ്നേക്കിൻ്റെ സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അക്ഷയ് ഊഞ്ഞാലാടണോ? പിള്ളേരെ മാത്രമേ കയറ്റുള്ളൂ. നീ കുണുവാവേന്ന് പറഞ്ഞ് കയറിക്കോ, സീനൊന്നുമില്ല. ഇവിടെ നമ്മുടെ അപ്പുറത്തെ സൈഡിലോട്ട് ചെയ്യാൻ്റെ എല്ലാ അടിപൊളി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റുജാമാവിൻ്റെ ഒരു പപ്പറ്റ ഒരു ചെറിയൊരു സാധനമാണ് അവിടെ ഉള്ളത്. സൊവനിയർ പോലത്തെ സാധനമാണ് ഇപ്പോൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പാവകൾ, പിന്നെ ദയാന്തേൻ്റെ പാവകൾ അപ്പുറത്തൊക്കെ ഉണ്ട്. എല്ലാ പിള്ളേരും ഇവിടെ മത്സരിച്ച് ഊഞ്ഞാലാടുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ സിയാനിലെ ഫുറോങ് യുവാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത് കളർഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ കണ്ട്. ഇവിടെ നിന്ന് ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ഡോക്ടർ FMG അക്ഷയൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. അക്ഷയ് സാജു പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ. മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വാട്ടർ ഫൗണ്ടൈൻ ആയിരുന്നു. വാട്ടർ ഫൗണ്ടൈൻ. ഓക്കെ ഗൈസ്. പ്ലസ് ലൈറ്റ് പ്ലസ് സൗണ്ട്, അതൊരു അടിപൊളി സാധനമായിരുന്നു. അതാണ് ഗൈസ് സിയാനിലോട്ട് വരണം. പ്ലസ് ലൈറ്റും കാര്യങ്ങളെല്ലാം അടിപൊളി സാധനം. ഓക്കെ, ഒരു റൗണ്ട് അടിച്ച് വന്നപ്പോഴത്തേക്ക് കിട്ടും നമ്മൾ ഹാപ്പി മൂഡ്. അപ്പോൾ ഗൈസ് ഇനിയും സിയാനിലെ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. പറ്റിയ നമ്മൾ ടെറാക്കോട്ട ഒന്ന് വ്ളോഗ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സിയാനിൽ ഏതൊരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാലും പോകുന്ന ഒരു സ്ഥലമാണ് ടെറാക്കോട്ട വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെയൊക്കെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് നോക്കിയിട്ട് വേണം വ്ളോഗ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ചുമ്മാ നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ കുറേ ബഡായി വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു വ്ളോഗുമായിട്ട് നേരെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.